അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. ഇന്ന് മദീനയിൽ ജീവിക്കുന്ന പ്രമുഖനായ പണ്ഡിതനാണ് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ. കിബാറുകളിൽപ്പെട്ട മസ്ജിദു നബവിയിലെ അധ്യാപകനായിട്ടുള്ള ധാരാളം സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രമുഖനായ പണ്ഡിതനാണ് സാലിഹ് ഇബ്നു സഅദ് അസ്സുഹൈമി ഹഫിളഹുല്ലാ. അദ്ദേഹം പറയാണ്, الداعي إلى الله يجب أن يكون عالما بما يقول عارفا بحال المدعوين وما ينبغي أن يقال ومتى يقال وأين يقال مراعيا في ذلك أيضا الحكمة والمآلات والعواقب والرفق والرحمة اقتداء برسولنا صلى الله عليه وسلم. അദ്ദേഹം പറയാണ്, അദ്ദാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, ഒരു പ്രബോധകൻ, യജിബു അൻ യകൂന ആലിമൻ ബിമാ യഖൂൽ, ആ ദാഇ അയാൾ പറയുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിവുള്ളവനായിരിക്കണം. എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച അറിവുള്ളയാളായിരിക്കണം. ആരിഫൻ ബിഹാലിൽ മദ്ഉവീൻ, ആരോടാണോ അവൻ സംസാരിക്കുന്നത് അവൻ്റെ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ചും അവൻ അറിവുള്ളവനായിരിക്കണം. വമാ യംബഗി അൻ യുഖാൽ, എന്താണ് പറയേണ്ടത്, വമതാ യുഖാൽ, എപ്പോഴാണ് പറയേണ്ടത്, വഅൈന യുഖാൽ, എവിടെയാണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവന് കൃത്യമായി ധാരണയുണ്ടാകണം. എന്തു പറയണം, നിർബന്ധമായി പറയേണ്ട കാര്യമെന്താണ്, എപ്പോഴാണ് പറയേണ്ടത്, എവിടെയാണത് പറയേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അവന് കൃത്യമായി അറിവുണ്ടായിരിക്കണം. മുറാഇയൻ ഫീ ദാലിക ഐദൻ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവൻ പാലിക്കുന്നവനായിക്കൊണ്ട്. എന്ത് പാലിക്കുക? അൽ ഹിക്മത, ഹിക്മത്ത് അഥവാ യുക്തി, അതുപോലെ തന്നെ വൽ മആലാത്ത്, ഇത് പറഞ്ഞാലുണ്ടാകുന്ന ഫലമെന്തായിരിക്കും, അതിൻ്റെ നതീജ, വൽ അവാഖിബ, അതുപോലെ തന്നെ അതിൻ്റെ പര്യവസാനം, അത് പറഞ്ഞാലുണ്ടാകുന്ന അനന്തരഫലങ്ങൾ, വൽ റിഫ്ഖ, അതുപോലെ തന്നെ അവൻ ആ ദഅവ നടത്തുമ്പോൾ വളരെ സൗമ്യമായിക്കൊണ്ട്, വറഹ്മ, കാരുണ്യം, ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അവനത് ചെയ്യേണ്ടത്. ഇഖ്തിദാഅൻ ബിറസൂലിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട്. ഇതെല്ലാം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ദഅവത്തിൽ പാലിച്ചിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പാലിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്നവനായിരിക്കണം ഒരു ദാഇ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, അവൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് അവന് കൃത്യമായി അറിവുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്നല്ല, അവൻ പറയുന്ന, അവൻ പഠിപ്പിക്കുന്ന, അവൻ ദഅവ നടത്തുന്ന കാര്യത്തിൽ അവന് കൃത്യമായി അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ച് അവന് കൃത്യമായി അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ വൈജ്ഞാനികമായ നിലവാരം എന്താണ് അവൻ അറിയണം. അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത്, എപ്പോൾ പറയണം, എവിടെ പറയണം എന്നുള്ളത് അവൻ ശ്രദ്ധിക്കണം, അവൻ അറിയണം. അതുപോലെ തന്നെ അവൻ്റെ ദഅവത്തിൽ അവൻ ഹിക്മത്ത്, അവൻ്റെ യുക്തി പ്രയോഗിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ഹിക്മത്ത് അവൻ പ്രയോഗിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച്, അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചൊക്കെ അവൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൗമ്യമായി, അതുപോലെ തന്നെ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ അവന് ദഅവ നടത്താൻ സാധിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ ദഅവത്ത് നടത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ ഫലമുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ദാഇയാണ് ദഅവത്ത് നടത്തുന്നതെങ്കിൽ, ഈ വിശേഷണങ്ങളുള്ള ഒരു പ്രബോധകനാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ അതിന് വലിയ ഫലമുണ്ടാകും. അള്ളാഹു തആല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.